എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നോർമൽ ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ് ബ്ലൗസ്. അപ്പോൾ ഇതിന്ന് നമുക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. എന്നിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഇറക്കം എടുക്കാം. ഇറക്കം ഇതേപോലെ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇതുവരേക്കുള്ള ഇറക്കം കൊടുക്കുക. അപ്പോൾ ഇത് 15 ഇഞ്ചാണ്. അപ്പോൾ ആ 15 ഇഞ്ച് എഴുതി വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് ബാക്ക് 23 ഇഞ്ച്, ഫ്രണ്ടിൽ വന്നിട്ട് ഒരു സൈഡ് 11 ഇഞ്ച്. അപ്പോൾ 11 11 22, 22 23 45 ഇഞ്ച് ചെസ്റ്റ് ആകെ വരും. ഇനി ഇതിൻ്റെ വേസ്റ്റ് എടുക്കാം. ഇത് ഇവിടെ നിന്ന് അളക്കുക. ഈ ഐക്കുള്ള പട്ടി ഒഴിവാക്കിയിട്ട് അളക്കുക. അപ്പോൾ ഇത് ഏകദേശം 36 ഇഞ്ച് വരുന്നുണ്ട്. 36 ഇഞ്ച് തന്നെ ഇപ്പോൾ എഴുതി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ അളക്കാം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 12.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ 12.5 ഇഞ്ച് ഇവിടെ നോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത്, അപ്പോൾ ഇത് 8 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്ലീവ് റൗണ്ടും എടുക്കാം. ഇത് 7 ഇഞ്ചാണ് വരുന്നത്. ആം ഹോള് 9.5 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഇവിടെ ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് ഇവിടെ നിന്ന് അളക്കുക. ഇവിടെ തയ്യത്തുമ്പ് വിട്ടിട്ട് അളക്കുക. ഇത് 10 ഇഞ്ച് വരുന്നുണ്ട്. അതേപോലെ ബസ്റ്റ് പോയിന്റ് ടു ബസ്റ്റ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അളവാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ അളക്കാം. അപ്പോൾ ഇത് 4 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആകെ 8 ഇഞ്ചാണ് വരിക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത് അളക്കാം. അത് ഇവിടെ നിന്ന് ഈ ടക്ക് പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം അളക്കുക, 10.5 ഇഞ്ച്. അതിനുശേഷം ഈ ടക്കിൻ്റെ നീളവും കൂടെ അളക്കുക. അപ്പോൾ 14 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വിടുത്ത് 6 ഇഞ്ച് വരുന്നുണ്ട്. നെക്ക് ഇറക്കം വന്നിട്ട് ഫ്രണ്ട് ഇതേപോലെ 6 ഇഞ്ചും ബാക്ക് 8 ഇഞ്ചുമാണ് വരുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ തുണി 1 മീറ്റർ ആണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ തുണിയിൽ ഇതേപോലെ ആവശ്യമുള്ള വീതി വെച്ചിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെസ്റ്റ് വേണ്ടത് 45 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 11.25 ഇഞ്ച് വരും. ഇത് കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് മടക്കിയാൽ മതി. അപ്പോൾ 13.25 ഇഞ്ചിൽ മടക്കിയെടുക്കാം. എന്നിട്ട് നേരെ ഇതുപോലെ ഒന്നുകൂടെ മടക്കാം. അപ്പോൾ നമ്മളിത് ഫ്രണ്ടും ബാക്കും ഒറ്റ കട്ടിങ്ങിലാണ് ചെയ്യുന്നത്. ഷോൾഡർ ഇവിടെ സെപ്പറേറ്റ് ആക്കുന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇതിവിടെ നിവർത്തി വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം. അതിനുശേഷം ഇവിടെ ബാക്കിൽ മടക്കി അടിക്കാൻ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇറക്കം വേണ്ടത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൽ കൂടെ കയ്യെത്തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യുക. 15.25 ഇഞ്ച് ഒരു പോയിന്റും. ഇനി മാർക്കിൽ നമുക്കിതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇറക്കും തയ്യത്തുമ്പും കിട്ടും. ഇനി ഇവിടെ നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വന്നിട്ട് 12 ഇഞ്ചാണ് റെഡി വരേണ്ടത്. അപ്പോൾ 6.25
6.25 തയ്യത്തുമ്പും. അത് അരഞ്ചോ 1/4 ഇഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ അത് ഇടുക. ഇപ്പോൾ 6.25-ന് 1 പോയിന്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. താഴേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക. ആം ഹോൾ 6.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അളന്ന് നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. ചെസ്റ്റ് വന്നിട്ട് നമുക്ക് ആകെ വേണ്ടത് 45 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 11.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് അളവ് ലൈനിങ് ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ലൂസ് ഇതിൽ വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഇതേ അളവ് തന്നെ കട്ട് ചെയ്തിട്ട് തയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ 1/4 ഇഞ്ച് കുറച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ആം ഹോൾ വരയ്ക്കുക. നമുക്ക് 9.5 ഇഞ്ചാണ് ആം ഹോൾ വേണ്ടത്. ആം ഹോൾ വേണ്ടത് 9.5 ഇഞ്ചാണ്. ഇതിലൊരു 1/4 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് മുകളിലേക്ക് വരച്ചിട്ട് നമുക്കിത് കുറച്ചെടുക്കാം. ഇതേപോലെ കുറച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് 14 ഇഞ്ചാണ്. അപ്പോൾ ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 14.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. വിഡ്ത്ത് ഇവിടെ 3 ഇഞ്ചാണ്. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഷോൾഡർ നമ്മൾ ഉള്ളിലേക്ക് വെറുതെ പിടിച്ചാൽ മതി. അതായത് ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 6.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. വീതി 3 ഇഞ്ച് തന്നെ കൊടുക്കാം. അതേപോലെ ഫ്രണ്ട് നെക്ക് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് ആണ് 10.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അതായത് ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് വന്നിട്ട് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് നേരെ താഴേക്ക് വരയ്ക്കുക. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടുള്ള ടെക്ക് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വരയ്ക്കുക. ഈ മാർക്കിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക്. ഇനി നേരെ വരച്ചാലും കുഴപ്പമില്ല. ഈ ടെക്കിൻ്റെ അകലം നമുക്ക് ഈ ബ്ലൗസിൽ നിന്ന് തന്നെ എടുക്കാം. ഇത് 2 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു 1/4 ഇഞ്ച് വരും. അപ്പോൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ടെക്ക് ഉണ്ട്. അത് ഇതിന് നേരെ മാർക്ക് ചെയ്യുക. ഇതും ഇവിടെ നിന്ന് നമുക്ക് അളവെടുക്കാം. ഇത് 3.25 ഇഞ്ച് വരുന്നുണ്ട്. അതേപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നേരെ താഴേക്ക് വരയ്ക്കുക. ഇവിടെ നമ്മൾ ആകെ വെച്ചത് 11.25 അപ്പോൾ ഈ 11.25 വേസ്റ്റ് വന്നിട്ട് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 9. അപ്പോൾ 11.25 9 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 2.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ 2.25 ഇഞ്ചിൻ്റെ പകുതി ഇങ്ങോട്ടും പകുതി ഇങ്ങോട്ടും ഇതേപോലെ കൊടുത്താൽ മതി. 1 ഇഞ്ച് ഒരു പോയിൻറ്റും ടെക്കിൻ്റെ വീതി കൊടുത്താൽ മതി. ഇനി ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെയും കട്ട് ചെയ്യാം.
ഇനി ആം ഹോൾ കട്ട് ചെയ്യാം. അതിനുശേഷം ഈ ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇനി ഈ ഫ്രണ്ട് ഇതെങ്ങനെ മാറ്റി വെച്ചിട്ട് ഇവിടെ ബാക്ക് നെക്ക് വരയ്ക്കാം. ബാക്ക് നെക്ക് വന്നിട്ട് ഇറക്കം 8.5 ഇഞ്ചാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് 8.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് കഴുത്ത് വരയ്ക്കാം. അതുപോലെ ബോട്ടം ഇതിൽ ടക്കില്ല. അപ്പോൾ അതുകൊണ്ട് 36ൻ്റെ 4-1 9 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ 11.25 ഇഞ്ച് മാർക്ക് ചെയ്യുക ബാക്കിൽ. എന്നിട്ട് ഇതിന്ന് ഇതേപോലെ വരയ്ക്കുക. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിൽ ഇതേപോലെ ഒരു അടയാളം ഇടുക. അതുപോലെ ഇവിടെ ഒരു അടയാളം ഇടുക. അതിനുശേഷം ഈ ഫ്രണ്ടിൽ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇനി ഈ പീസും കൊണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതേപോലെ 4 മടക്കുക. അപ്പോൾ ഇതേപോലെ ഇവിടെ ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. കരപ്പീസ് ആയതുകൊണ്ട് ഇതിങ്ങനെ തന്നെ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്താൽ മതി. ഇറക്കം 8 ഇഞ്ചാണ്. തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇങ്ങോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോള് 9.5 ഇഞ്ചാണ്. അതിനൊരു 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നേരെ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കുക. തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഇതേപോലെ തന്നെ വരയ്ക്കുക. ഇതേപോലെ വരയ്ക്കുക. ഇനി സ്ലീവ് റൗണ്ട് വന്നിട്ട് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒന്ന് നിവർത്തി വെച്ചിട്ട് കുഴിച്ച് കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.